പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാമുറി എന്ന് പറഞ്ഞിട്ടുള്ള വിഭവമാണ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കിഴങ്ങൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ കിഴങ്ങ് എടുക്കാൻ ശ്രമിക്കുക, എന്നാലുള്ള അതിൻ്റെ ഉള്ളൊക്കെ നന്നായി കുക്കായി കിട്ടുക. നമ്മൾ കുറച്ച് വെള്ളം കൂട്ടി കുക്കറിലാണ് ഇത് ബോയിൽ ചെയ്യണത്. ഏകദേശം ഒരു 5-6 വിസിലുണ്ട് നമ്മുടെ കിഴങ്ങ് നന്നായി കുക്കായി കിട്ടും. പിന്നെ നമുക്ക് ഈ കിഴങ്ങിൻ്റെ പുറത്തുള്ള തോല് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഈ കുക്ക് ചെയ്ത കിഴങ്ങ് നന്നായി കുത്തി ഉടക്കാം. ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കൊരു പാനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയുടെയൊക്കെ പച്ചമണം ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആ കിഴങ്ങിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 3 എഗ്ഗ് കൂടി ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കോഴിമുട്ട വേണം. ആ കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുത്ത് ഈ എഗ്ഗിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ 3 എഗ്ഗും നന്നായി കവർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച എഗ്ഗിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ മുക്കി ഒരു ലെയർ ഇതിൻ്റെ പുറത്തുണ്ടാക്കാം. ശേഷം നമുക്ക് നേരെ ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. നമുക്കിതുപോലെ മറിച്ചിട്ട് 2 സൈഡ് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് കോരിയെടുക്കുക. അപ്പത്തിന് നമ്മുടെ കുക്കായി കിട്ടും. അപ്പം നമ്മുടെ തേങ്ങാമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തേങ്ങാമുറി ആയിട്ടില്ല, നമുക്കിത് മുറിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ സ്നാക്ക് ഒന്ന് വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഞങ്ങളിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാത്തപ്പോൾ നോമ്പാവുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ക്യാമറമാൻ മിഥിലാജിനോടൊപ്പം ഇറ്റ്സ് മീ ആബിദ് സൈനിങ് ഔട്ട്.